ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യേശു കർത്താവിന്റെ അത്ഭുതവും അനുഗ്രഹം ദയ സാമർഥ്യമുള്ള നാമത്തിൽ ഇന്നത്തെ യേശു സമൃദ്ധി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേക്കും അങ്ങയുടെ കുടുംബത്തിനും സുസ്വാഗതം. आप सभी को जय मसीह की, यीशु मसीह के प्रेम भरे नाम से, दया भरे नाम से और अनुग्रह भरे नाम से आज के इस यीशु में समृद्धि के एपिसोड में मैं आप सबका स्वागत करना चाहता हूँ. എൻ്റെ വിശ്വാസമാണ് ഈ വർഷത്തെ 2025 അങ്ങേക്കും കുടുംബത്തിനും അനുഗ്രഹമാണ് ഓൾറെഡി എന്നും പല പല കർത്താവിൻ്റെ പ്രോമിസുകളും അനുഗ്രഹങ്ങളും ഓൾറെഡി അങ്ങേയും കുടുംബവും എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ സമയത്ത്. और मेरा विश्वास है कि 2025 का ये जो साल नया शुरू हो गया है ये आपके लिए एक आशीष है और 2025 में आप परमेश्वर की उस आशीषों में और अनुग्रह में और आगे बढ़ेंगे. 2025 ഇയർ ടു റൂൾ റെയിൻ ആൻഡ് ടു ബി റിമെമ്പർഡ് എന്ന് വെച്ചാൽ ദൈവത്തിനെ പോലെ എല്ലാ ഏരിയകളിലും രാജ്യത്വം എക്സ്പീരിയൻസ് ചെയ്യാൻ, ഭരിക്കാനുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നും നമ്മളെ ദൈവം ഓർമ്മിക്കുന്ന ഒരു വർഷം. എപ്പോഴും നമ്മളെ ഓർമ്മിക്കുന്നുണ്ട്, പക്ഷേ ചില മൊമെൻറ്റുകളിൽ നമ്മുടെ ലൈഫിൽ വരും. റേച്ചലിൻ്റെ കുറേ നാളുകളിന് ശേഷം ബൈബിൾ എഴുതിയിരിക്കുന്ന ലോർഡ് റിമെമ്പേർഡ് റേച്ചൽ, ലോർഡ് ആൻസേർഡ് ഹന്നാസ് പ്രെയർ. അതുപോലെ തന്നെ നമ്മുടെ ആ ചില വർഷങ്ങളായിട്ടുള്ളൊരു പ്രാർത്ഥനകളെല്ലാം ദൈവം ഒന്ന് ഓർമ്മിക്കുന്ന, അതിനെല്ലാം മനസ്സിലാക്കുന്ന ഒരു വർഷം കൂടായിട്ട് ഞങ്ങളിത് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാനത് അങ്ങയുടെയും കുടുംബത്തിൻ്റെയും കൂടെ ജീവിതത്തിൽ അത് പറയുന്നു. और हमारे कलीसिया रूपी जो इस साल का जो परमेश्वर ने जो थीम वर्ड्स जो हमें दिया और थीम जो इस साल के लिए हमें दिया वो है राज करने का, शासन करने का और याद किए जाने का. जिस प्रकार एक राजा राज करता है और शासन करता है और याद किए जाने का, जिस प्रकार परमेश्वर ने राहेल की स्तुति ली और उसको उस बांझपन में से बाहर निकाला, और जिस प्रकार हन्ना जो बहुत टाइम से बांझ थी और परमेश्वर ने उसकी प्रार्थनाओं को और उसने परमेश्वर के राज्य के लिए जो किया उन सबको याद करते हुए परमेश्वर ने उसकी भी स्तुति ली. उसी प्रकार आपने भी कई बार हमारे जीवन में प्रार्थना विषय होती है जो बहुत सालों से हम प्रार्थना करते हैं और सुनी नहीं जाती, बट हमारा विश्वास है इस साल कलीसिया में परमेश्वर ने हमें वो वर्ड दिया है कि ये साल आपका याद किए जाने का साल होगा. ഹല്ലേലൂയ. നമുക്ക് ഇന്നത്തെ വചനത്തിലേക്ക് കടക്കാം. ഒന്ന് രണ്ട് കാര്യങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എനിക്കും കുടുംബത്തിനും. ഞാൻ രതിയും കൂടെ, എൻ്റെ പേര് ഹരീഷ് രതി, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ കർത്താവിൻ്റെ സുവിശേഷമല്ല ഡൽഹിയിലടുത്തുള്ള ഫരീദാബാദിൽ ഹരിയാനയിൽ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിനും മിനിസ്ട്രിക്ക് കർത്താവിൻ്റെ എല്ലാ വർക്കുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഡൽഹിയിലെ ഇലക്ഷന് ഈ 5-ാം തീയതി, ഫെബ്രുവരി 5-ാം തീയതി നടക്കാൻ പോകുന്നു. സോ ഡൽഹിയിലെ ഇലക്ഷനും എല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങേ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ മിനിസ്ട്രി വർക്കുകളെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് ജീസസ് കിച്ചൺ ആണെങ്കിലും ഇവാഞ്ചലിസം വർക്കാണെങ്കിലും സ്ട്രീറ്റ് ഇവാഞ്ചലിസം ആണെങ്കിലും ചർച്ചിലെ എല്ലാ വർക്കുകളും ഓർത്ത് പ്രാർത്ഥിക്കണം. और अगर आप पहली बार हमें देख रहे हैं, इनका नाम हरीश है, मेरा नाम रति है और मैं आपको ये बताना चाहता हूँ कि हम दिल्ली में सेवकाई, फरीदाबाद जो हरियाणा क्षेत्र में पड़ता है वहाँ सेवकाई करते हैं और आप हमारे लिए, परिवार के लिए, कलीसिया के लिए, सेवकाई के लिए लगातार प्रार्थना करते रहे. जैसे आपको पता है कि कलीसिया जो जीसस किचन है, फादर टू फादरलेस और सुसमाचार जो डेली जो स्ट्रीट इवेंजलिज्म होता है उसके लिए भी आप लगातार प्रार्थना करते रहिएगा. ലൂക്കോസ് സുവിശേഷം 17:20-21 വരെ നമുക്ക് പഠിക്കാം. ബുക്ക് ഓഫ് ലൂക്കോസ് ചാപ്റ്റർ 17 വേഴ്സ് 20-21. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവരാജ്യം എപ്പോൾ വരുന്നുവെന്ന് പരീശന്മാർ ചോദിച്ചതിന് ദൈവരാജ്യം കാണത്തക്കവണ്ണമല്ല വരുന്നത്, ഇതാ ഇവിടെ എന്നും അതാ അവിടെ എന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളിൽ തന്നെ ഉണ്ടല്ലോ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. लूका सुसमाचार का 17 की 20 जब हम पढ़ते हैं 20 और 21 उसमें लिखा है, फरीसियों ने उससे पूछा कि परमेश्वर का राज्य कब आएगा, तो उसने उनको उत्तर दिया, परमेश्वर का राज्य दृश्य रूप में नहीं आता है और लोग यह न कहेंगे देखो यहाँ है या वहाँ है, क्योंकि देखो परमेश्वर का राज्य तुम्हारे बीच में है. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും അതിലെ മലയാളം ചില ബൈബിൾ എഴുതിയിരിക്കുന്ന ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന്. അപ്പം നമ്മുടെ ഇടയിലും ഉള്ളിലും ഉള്ളതിൻ്റെ രണ്ടും വ്യത്യാസമാണ്. കാരണം എക്സാക്റ്റ് ട്രാൻസ്ലേഷനകത്തിൽ അതിൻ്റെ KJV കിങ് ജെയിംസ് വെർഷനകത്തിൽ എഴുതിയിരിക്കുന്ന കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഇൻ യു. കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം നിങ്ങളിൽ ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്നല്ല എഴുതിയിരിക്കുന്നത്. സോ മലയാളത്തിലേക്കുള്ള ചില വെർഷനിൽ ട്രാൻസ്ലേഷനകത്തിൽ ഇടയിലെന്ന് എഴുതിയിരിക്കുന്നത്. അത് ഇടയിൽ നിന്നല്ല, ദൈവരാജ്യം നിങ്ങളിൽ ഉണ്ട്. എന്നിലും നിങ്ങളിലും ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യം എല്ലാവരും അവിടെ ഇവിടെയും. ഞാനൊന്ന് പറയാം, ഒന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് പറയാം. और जैसे ये वचन आप पढ़ेंगे उसमें लिखा है, जैसे मलयालम में भी और हिंदी में भी जो ट्रांसलेशन है उसमें लिखा है कि परमेश्वर का राज्य जो है तुम्हारे बीच में है. बट अब अंग्रेजी में जब KJV का वर्जन देखते हैं उसमें लिखा है जो परमेश्वर का राज्य तुम में है, तुम्हारे अंदर वास करता है, बीच में नहीं बट तुम्हारे अंदर वास करता है. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ക്രിസ്ത്യാനികൾ അല്ലെന്നുണ്ടെങ്കിൽ വിശ്വാസികൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണിത്.
ആളുകളുടെ ഹിന്ദിയിൽ ആളുകളുടെ ഒരു ഫേവറേറ്റ് ഒരു പഴയൊരു പാട്ട്. അപ്പോൾ ഒത്തിരി മലയാളികൾക്കും അറിയാം, നീലെ ആസ്മാൻ കെ പാർ ജായെങ്കെ എന്ന് വെച്ചാൽ നീല ആകാശത്തിനപ്പുറത്ത് പോയി എൻ്റെ ദൈവം അവിടെ താമസിക്കുന്നു, സ്വർഗരാജ്യം അവിടെ എന്ന് വെച്ചാൽ ഞാൻ മരിച്ചു കഴിഞ്ഞ് പോകും. നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊന്നും ഇവിടെ താമസിക്കാനുള്ളതല്ല, നമ്മുടെ വാസസ്ഥലം ഇതല്ല, നമ്മളിവിടെ കുറച്ച് ദിവസം വരുന്നു, ഒരു പുല്ല് വന്ന് വളർന്ന് അത് മുരടിച്ചു പോകുന്ന പോലെ നമ്മൾ വന്ന് താമസിക്കുന്നു, കുറച്ച് ദിവസം കഴിഞ്ഞ് പോകുന്നു. പക്ഷേ ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പം നല്ലതായിട്ട് തോന്നും. ശരിയാ, കറക്റ്റ് കാര്യമാണ് പറയുന്നത്. ഒരു മാസം തന്നെ എത്ര പെട്ടെന്ന് പോയി. ജനുവരി പോയി കഴിഞ്ഞു, ഫെബ്രുവരി വരാറായി, 2024 2025 ഒരു വർഷം പോയി കഴിഞ്ഞു, 2025 വർഷമായി കഴിഞ്ഞു. ചിലപ്പോൾ നിങ്ങൾ 1980 90 ജനിച്ചാണെങ്കിൽ ഇപ്പോൾ 40 വയസ്സായി കാണും. അപ്പോൾ എത്ര പെട്ടെന്നാണ് വർഷം പോകുന്നത്, നമ്മൾ പെട്ടെന്ന് അവിടെ പോകണ. പക്ഷേ അതെല്ലാം ശരിയുള്ള കാര്യമാണ്. പക്ഷേ ദൈവരാജ്യം നമ്മൾ ബൈബിളിനകത്തുള്ള നോക്കി പഠിക്കുന്ന സമയത്ത് കർത്താവ് നമ്മളെ പുല്ലിനെ പോലല്ല ഉണ്ടാക്കിയേക്കുന്നത്, നമ്മളെ അദ്ദേഹത്തിൻ്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കി ദൈവം നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനെ കുറിച്ചാണ് ഈ വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ പറയുന്നത്. നിങ്ങൾ പലയിടത്തും കേൾക്കാത്ത ഒരു മെസ്സേജ് ആയിരിക്കും, കേൾക്കാത്ത ഒരു കൺസെപ്റ്റ് ആയിരിക്കും. അത് കൺസെപ്റ്റ് അല്ല, ബൈബിളിൽ നമ്മുടെ മുന്നിൽ കിടക്കുക. ഇങ്ങനെ നമ്മൾ ചിലയിടത്തൊക്കെ കേട്ടിട്ടില്ലയോ, ഇത്രയും വർഷങ്ങളായിട്ട് വീട്ടിൽ കിടക്കുമായിരുന്നു ഒരു വിളക്ക് പോലൊരു സാധനം, അല്ലെങ്കിൽ ഒരു മൊന്ത കിടക്കുമായിരുന്നു. പിന്നെ അറിഞ്ഞ് അത് മൊന്ത പിത്തളത്തിൻ്റെ അല്ല, പിത്തളമല്ല, അത് സ്വർണ്ണമായിരുന്നു. അറിഞ്ഞ് കിടക്കുമായിരുന്നു മുന്നിൽ. സോ ദൈവവചനം നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുക. വീട്ടിൽ 5 വാരം ബൈബിൾ കാണും, പക്ഷെ അതിൻ്റെ ദൈവവചനം നമ്മുടെ പുറത്തോട്ട് ഇറങ്ങി വരുന്നത് ആ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവത്തിൻ്റെ ആ റൂളർഷിപ്പ്, കിങ്ഷിപ്പ് നമ്മളിൽ ദൈവം ഇങ്ങോട്ട് വിട്ടേക്കും, നമ്മളിൽ ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞേക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. और कई बार जैसे हिंदी में एक गीत है नीले आसमान के पार जाएंगे, और आपने भी सुना होगा, और बहुत सारे ऐसे गाने हैं जिसमें लिखा है कि हम तो स्वर्ग में जाएंगे, परमेश्वर से मिलेंगे, हमारा निवास स्थान वो है। और कई बार लोग धरती छोड़ के वो स्वर्ग के बारे में ही सोचते हैं, सब कुछ वहीं पे ही है। उनकी सोच भी ऐसी है। कुछ लोग तो बोलते हैं कि हम तो घास के समान है, जैसे घास सुबह उगता है शाम को मुरझा जाता है, वैसे भी हम भी उग जाते हैं, फिर एक दिन मुरझा जाएंगे, मर जाएंगे, जाएंगे। हाँ, सच है कि जो इस धरती में पैदा होता है वो जाता है, बट परमेश्वर ने क्या बोला कि इस धरती में ही परमेश्वर हमें आशीष देगा। सब कुछ वहाँ नहीं, बट बहुत कुछ यहाँ पे भी परमेश्वर ने हमारे लिए रखा है। सो जब आप परमेश्वर के राज्य के बारे में जो प्रचार मैं आपके बीच में अब करने जा रहा हूँ, ये बिल्कुल ही एक अलग वचन है जो परमेश्वर ने मुझे दिया। वचन बाइबल में से है, वो बाइबल के अंदर ही था, बट परमेश्वर ने मुझे एक नया प्रकाशन दिया और उसको मैं आपके बीच में बांटूंगा। इन एपिसोड्स में हम यही सीखेंगे कि परमेश्वर का राज्य क्या है। परमेश्वर का राज्य वो हमारे अंदर है। कई बार आपको दिखता होगा, जैसे कुछ लोग बोलते हैं कि हमारे घर के बाहर जो है एक पीतल का जो है वो पानी पीने वाला एक घड़ा था। बोलते कि हमें पता ही नहीं था, वो तो घड़ा बाहर ही पड़ा रहा था। फिर जिस दिन आपको पता चला कि वो पीतल का नहीं बट सोने का है, तब आपने उसकी अहमियत को समझा और उसको आपने उठा के अंदर रखा। उसी प्रकार परमेश्वर का वचन आप पढ़ते आ रहे होंगे, बट आपको समझ नहीं आया उसके अंदर का प्रकाशन क्या है। जब प्रकाशन आपको समझ आ जाएगा, फिर वो आपके लिए और बहुमूल्य होगा और वो आपके लिए और अलग तरीके से काम करेगा। हालेलुया। നമ്മൾ ഈ കിങ്ഡം അല്ലെന്നുണ്ടെങ്കിൽ ദൈവരാജ്യം എന്നുള്ള ആ വേർഡ്, അതിൻ്റെ ഹീബ്രു, ഇംഗ്ലീഷിൽ കിങ്ഡം എന്ന് പറയുന്നു. ഹീബ്രുവിലോട്ട് നോക്കുന്ന സമയത്ത് ഹീബ്രുവിൽ അതിൻ്റെ റൂട്ട് വേർഡ് മിംലക്ക എന്നുള്ള റൂട്ട് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഡൊമീനിയൻ, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യം, അധികാരം, അങ്ങനെയൊക്കെയുള്ള വേർഡാണ്. ആ സെയിം വേർഡ് മിംലക്ക, കിങ്ഡം എന്നുള്ള വേർഡ്, അതിൻ്റെ റൂട്ട് വേർഡ് മിംലക്ക, ആ വേർഡ് തന്നെയാണ് ദൈവം ആദത്തിനെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ, നീ ഭൂമിയിൽ അധികാരം ഉപയോഗിക്കുക, ഡൊമീനിയൻ കാണുക, നിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് എല്ലാത്തിനെയും അടക്കി ഭരിക്കുക. ആ ഭരിക്കുക എന്നുള്ള ആ വേർഡ്, ഭരിക്കുക എന്നുള്ള വേർഡും അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മിംലക്ക, ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്ന മിംലക്ക. എന്ന് വെച്ചാൽ ഈ കിങ്ഡത്തിൽ, സ്വർഗരാജ്യത്തിൽ ഡൊമീനിയൻ, ഭരണം, ഭരിക്കുന്ന ആ കാര്യങ്ങൾ ഇത് രണ്ടിലും ഉണ്ട്. സോ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന, ആദത്തിനോട് പറഞ്ഞിരിക്കുന്ന നീ എല്ലാത്തിനെയും അടക്കി വാഴുക, ഭരിക്കുക, ആ സെയിം വേർഡാണ് ഇവിടെ സ്വർഗരാജ്യം. ഭരിക്കാനുള്ള അധികാരം, ഭരിക്കാനുള്ള കഴിവ്, ഭരണം നിന്നിൽ ഉണ്ട് എന്നാണ് ദൈവം പറയുന്നത്. സ്വർഗരാജ്യം നിന്നിൽ ഉണ്ടെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. और जैसे आप ये वचन जो है, वर्ड जो है किंगडम के बारे में जब आप सुनते हैं, हिब्रानियों में जब उसको जब ट्रांसलेट किया जाता है, उसका मतलब है मिमलेका, जिसका मतलब है डोमिनियन, अधिकार रखना, किसी भी चीज़ के ऊपर अधिकार रखना। और जब आप पुराना नियम पढ़ते हैं, पुराने नियम में भी जब परमेश्वर ने आदम और हव्वा की सृष्टि की, परमेश्वर ने उनको बोला
फूलों फलों और इस पृथ्वी को अपने वश में कर लो और हर चीज के ऊपर तुम अधिकार कर लो। मतलब वहां पे भी डोमिनियन वर्ड का इस्तेमाल किया गया है, जो नए नियम में किंगडम है जिसका मतलब है डोमिनियन, अधिकार रखना, वो नए नियम में भी हम देखते हैं। इसका मतलब परमेश्वर बोलता है कि हर एक चीज के ऊपर तुम अधिकार कर लो और डोमिनियन ले लो। ഹല്ലേലൂയ. കിങ്ഡം എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് KING, കിങ് പ്ലസ് ഡൊമീനിയൻ, അധികാരം, ഭരണം, ഡൊമീനിയൻ, ആ ഭരിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ ആ ഒരു ലീഡർഷിപ്പുള്ള ആ ഡൊമീനിയൻ വേർഡിനകത്തുനിന്ന് ഡോം, കിങ്ഡം എന്ന് വെച്ചാൽ രാജാവിൻ്റെ ഭരിക്കാനുള്ള അധികാരം നിന്നിലുണ്ടെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. और जब आप किंगडम का जब इस्तेमाल वर्ड आप तोड़ते हैं, उसमें भी देखेंगे आप किंग भी है और डोम भी है। किंग मतलब राजा और डोम क्या है? डोमिनियन। इसका मतलब राजा के तरह हमें अधिकार लेना, वश लेना और चीजों को अपने वश में करना, उसका मतलब है। ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കും കോൾ വരാറുണ്ട്, പറയുന്നത് എനിക്ക് ദുഷ്ടശക്തിയുടെ അറ്റാക്കാ, ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഈ പ്രോബ്ലമാ, എനിക്ക് എപ്പോഴും അസുഖങ്ങളാ. ഞാൻ ചോദിക്കും ബാപ്റ്റിസം എടുത്താണോ? അപ്പോൾ പറയാം അതെ, ബാപ്റ്റിസം എടുത്തിട്ട് ഇത്ര വർഷമായി, ചർച്ചിൽ പോകുന്നുണ്ട് ഇത്ര വർഷമായി. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ളിൽ കിങ്ഡം ആണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ദൈവരാജ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഉള്ളിൽ ദൈവരാജ്യമുണ്ട്, ദൈവത്തിൻ്റെ ആ പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ, സാത്താൻ്റെ രാജ്യത്തിലെ ഉള്ള ദുഷ്ടശക്തികളും അന്ധകാര ആഭിചാര ശക്തികളും അതൊക്കെ നിങ്ങളിലുള്ളിൽ എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്? അത് പറ്റത്തില്ല. നമ്മൾ അധികാരം കൊടുത്തത് കാരണം അവർ വന്ന് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല നമുക്ക് ഇത്രയും പവറുണ്ട്, നമുക്ക് ഇത്ര ഇതുണ്ട്. അപ്പം സാത്താൻ്റെ പണിയെന്ന് വെച്ചാൽ അവൻ മണ്ടത്തരം, ആളുകളെ മണ്ടനാക്കുന്നതാണ് അവൻ്റെ പണി. പറ്റിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന, അതാണ് അവൻ്റെ ക്വാളിറ്റി. സാത്താൻ്റെ ദുഷ്ടശക്തിയുടെ ക്വാളിറ്റി തന്നെ മറ്റുള്ളവരെ പറ്റിക്കുക. കാരണം അവർക്ക് അതിനുള്ള അധികാരം അറിയത്തില്ല. ഒരു എക്സാമ്പിൾ വിചാരിച്ചോ, ഒരാടെ പണ്ട് ഞാനിതൊന്ന് ട്രാൻസ്ലേറ്റ് കഴിഞ്ഞ് പറയാം, അതിൻ്റെ അർത്ഥം എന്തോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വരുന്നതെന്ന്. और कई बार जब मेरे पास जब फ़ोन कॉल्स आते हैं प्रार्थना के लिए और लोग मेरे से बोलते हैं कि पास्टर जी प्रार्थना करना, क्योंकि दुष्ट मेरे को बहुत ही सताता है। तो मैं उनसे पूछता हूँ कि क्या आपने बपतिस्मा लिया है? तो वो बोलते हैं कि हाँ, मैंने इतने साल पहले बपतिस्मा लिया। और मैं उनको एक चीज़ समझाता हूँ कि अगर आपने पानी का बपतिस्मा लिया तो दुष्ट आपको नहीं सताता, क्योंकि दुष्ट आपके पैरों के तले कुचला गया है। आपको अधिकार दिया है परमेश्वर यीशु मसीह ने, उस दुष्ट की हर एक योजनाओं को अपने पैरों तले कुचलने का परमेश्वर ने अधिकार दिया है। सो आपने ये समझना कि अगर आप प्रभु यीशु मसीह के पीछे चलते हैं, आपने पानी का बपतिस्मा ले लिया है, आपने हर एक चीज के ऊपर अधिकार पा लिया है, जीत आपने पा लिया है। നമ്മുടെ പണ്ട് ഒരു കാര്യം അറിയായിരിക്കുമല്ലോ, ഈ പണ്ട് ഒരു കുടുംബത്തിലെ പെൺമക്കൾക്ക് സ്വത്തിൻ്റെ മേളിൽ അവകാശമില്ലായിരുന്നു, ആൺമക്കൾക്ക് മാത്രമേ അവകാശമുള്ളായിരുന്നു. ഇപ്പം ഒരു ആണാണേലും പെണ്ണാണേലും 50-50% അധികാരമാണ്. വിചാരിച്ചു ഒരു അച്ഛന് 10 കോടി രൂപയുടെ സ്വത്ത് കിടപ്പുണ്ട്. അപ്പം ഒരു പെൺമക്കളും ഉണ്ട്, ഒരു മോനും ഉണ്ട്, ഒരു മോളും ഉണ്ട്. അപ്പം രണ്ടുപേരും വലുതായി. മോന് ഇതെല്ലാം ഒരുമിച്ച് പിടിച്ചടക്കാൻ വച്ചേക്കുവാന്ന് വിചാരിച്ചോ. മോക്ക് അറിയത്തേ ഇല്ല. അവൾ അറിയാതെ ചിലപ്പോൾ അവൾ പട്ടിണിയിൽ, ചിലപ്പം അവൾ പട്ടിണിയും പരിവട്ടവുമായിട്ട് അവൾ ചിലപ്പോൾ മരിച്ചും പോകുമായിരിക്കാം. അപ്പോഴത്തേക്കും പുള്ളി ഇതെല്ലാം ഒറ്റയ്ക്കാക്കി ചിലപ്പോൾ ആങ്ങളെ ലൈഫ് എൻജോയ് ചെയ്ത് കാണും. അവർക്ക് ലീഗലി അധികാരമുണ്ടോ? ലീഗലി അധികാരമുണ്ട്. കാരണം ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പം അധികാരം കൊടുത്തേക്കോ 50% അധികാരം നിനക്കുണ്ട്. പക്ഷെ അവൾക്ക് അധികാരമുണ്ടായിട്ടും അവൾ മരിച്ചുപോയി പട്ടിണിയിലും പരിപാടത്തിലും. ക്രിസ്ത്യാനിറ്റിയിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കർത്താവിനെ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങൾക്ക് ദുഷ്ടൻ്റെ മേലുള്ള അധികാരമുണ്ട്, ആഭിചാര ശക്തികളുടെ മേലുള്ള അധികാരമുണ്ട്. നിങ്ങൾക്ക് സിറ്റുവേഷനിലല്ല അസുഖങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല, കടങ്ങൾക്ക് തൊടാൻ പറ്റത്തില്ല, പട്ടിണിയും പരിവട്ടത്തിനും തൊടാൻ പറ്റത്തില്ല, ഒന്നിനും നിങ്ങളെ ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. ആർക്ക് ഈ ദുഷ്ടശക്തികൾക്കൊന്നും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ പലപ്പോഴും പല വിശ്വാസികളും കസ്തൂരിമാനെ പോലെ, ശരീരത്തിൽ കസ്തൂരിയുണ്ട്, ജീവകാലം മുഴുവൻ നോക്കും ഇതെവിടുന്ന് ഈ മണം വരുന്നത്, എവിടുന്ന് മണം വരുന്നത്. അങ്ങനെ ജീവിക്കാതെ ഇന്ന് അധികാരം അറിയുന്ന, അധികാരങ്ങൾ മനസ്സിലാക്കി അധികാരം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യാനിയായി മാറി നിന്ന്, ഒരു വിശ്വാസിയായി മാറി നിന്ന് ഇതിനെല്ലാം മേളിൽ, കാരണം രാജ്യം നിങ്ങളിലുണ്ട്, അത് മനസ്സിലാക്കണം. ബൈബിള് പഠിച്ച് അധികാരങ്ങൾ മനസ്സിലാക്കി അധികാരങ്ങളെ യൂസ് ചെയ്ത് ദുഷ്ടശക്തിക്കെതിരെ ഫൈറ്റ് ചെയ്ത് വിജയിക്കുന്ന ഒരു വിശ്വാസിയായി മാറണം. और कई बार आपने सुना होगा, जैसे पुराने टाइम में क्या होता था, जब पिता का जो संपत्ति था वो जब बंटता था तो बेटियों को उसका हक नहीं मिलता था, बेटों के हाथों में हक जाता था। बट कानून जब बदला तो बेटे और बेटी को दोनों एक ही हकदार हो जाते हैं। और कई बार आपने सुना होगा कि जब पिता का जो प्रॉपर्टी था, संपत्ति था,
और बेटे ने उस संपत्ति को ले लिया, क्योंकि बेटी को पता ही नहीं था कि पिता के पास क्या क्या संपत्ति है। और बेटी हो सकता है गरीबी में, परेशानी में, पूरी जिंदगी गरीबी परेशानी में रही और उसी गरीबी परेशानी में वो मर गई। पर बेटा जो है बाप की संपत्ति को वो एंजॉय कर रहा था और उसने बाप की संपत्ति को ले लिया और वो एंजॉय कर रहा था। आपने उस हिरन के बारे में भी सुना होगा, जो कस्तूरी हिरन के बारे में, जिसके अंदर एक खुशबू निकलती है, बट वो अपने पूरे जीवन में वो ढूंढती रहती है, वो भागती रहती है, ये ढूंढती है कि ये खुशबू आ कहाँ से रही है, क्योंकि उसको यही नहीं पता कि ये खुशबू मेरे ही अंदर से आ रही है, और वो ढूंढते ढूंढते पूरा अपना जीवन खत्म कर देती है। उसी प्रकार कई विश्वासी भी ऐसे ही होते हैं, उनको पता ही नहीं होता कि मेरे हाथों में परमेश्वर ने क्या अधिकार दिया है, और वो बोलते रहते हैं कि मेरे पास कोई अधिकार नहीं है, और ऐसे ही अपना जीवन अंत कर देते हैं इस धरती पे। बट आपको ये समझना है कि परमेश्वर ने हमें सारा अधिकार दिया है, और शैतान के हर एक ऐसी योजना के ऊपर जयवंत पाने का हमें परमेश्वर ने अधिकार दिया है। കർത്താവായ യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ രാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത സമയത്ത് ഈ എല്ലാ രാജ്യത്തിനും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അവരുടെ നിയമ സംവിധാനം, അത് വെച്ചാണ് ഭരണം നടത്തുന്നത്. സോ നമുക്ക് ഈ ഭൂമിയിൽ എല്ലാ ഏരിയയിലും റൂളർഷിപ്പ്, ലീഡർഷിപ്പ് ചെയ്യാൻ ദൈവം തന്നിരിക്കുന്ന നിയമ സംവിധാനമാണിത്. സോ ഇത് വെച്ച് നമ്മൾ ഇതിൻ്റെ റൂളർഷിപ്പിലെ, ലീഡർഷിപ്പിലെ ഇതിനനുസരിച്ച് നമ്മൾ ജീവിതം മുന്നോട്ട് നയിച്ചാൽ എല്ലാ ഏരിയകളും നമുക്ക് വിക്ടറിയും അഭിഷേകവും അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും മാത്രമായിരിക്കും എല്ലാ ദിവസങ്ങളിലും. और आप जानते हैं कि हर एक राज्य का एक संविधान होता है, और उस संविधान के ऊपर जो कानून है वो लागू किया जाता है। उसी प्रकार परमेश्वर के राज्य में भी परमेश्वर ने हमें संविधान दिया है। जो बाइबल हम पढ़ते हैं, पवित्र शास्त्र को जब हम पढ़ते हैं, पवित्र शास्त्र हमारे लिए एक संविधान है, और जैसे हम परमेश्वर के वचन को पढ़ के हम चलेंगे, हम भी उसी नियम और कानून को जब हम फॉलो करते हैं, लागू करते हैं, हम भी उस अधिकार में चलते रहते हैं। उसी प्रकार आपने भी परमेश्वर के वचन को पढ़ के उस अधिकार में आगे चलना है। ഹല്ലേലൂയ. അതുപോലെ നമ്മൾ ബൈബിളിനകത്തിൽ നമ്മളെപ്പോഴും ലോർഡ്സ് പ്രയർ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ലോർഡ് ലെറ്റ് യുവർ കിങ്ഡം കം, ലെറ്റ് യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് ആസ് ഇറ്റ് ഈസ് ഇൻ ഹെവൻ. നിൻ്റെ ഇച്ഛ സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിൽ നടക്കണമെന്നുള്ള ആ പ്രാർത്ഥന പലപ്പോഴും വിശ്വാസികൾ, നമ്മളെല്ലാവരും, നമ്മളല്ല, ഞാൻ എൻ്റെയും ഞങ്ങളുടെ ചർച്ച് മിനിസ്ട്രി കുടുംബത്തിനെ കുറിച്ചല്ല പറയുന്നത്, പല വിശ്വാസികളും ക്രിസ്ത്യാനി എന്ന് പേര് കാണും, വിശ്വാസി എന്ന് പേര് കാണും, അവർ വെയിറ്റ് ചെയ്യുക, സ്വർഗത്തിൽ പോകണം, അപ്പനെ കാണണം, അവിടെ പോകണം, ഇവിടെ പോകണം. ദൈവം പറയുന്ന എടേ, പ്രാർത്ഥന എന്തുവാ? പ്രാർത്ഥന സ്വർഗത്തിലെ പോലെ തന്നെ സ്വർഗരാജ്യം ഈ ഭൂമിയിലും വരണം എന്ന് വെച്ചാൽ, നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കേട്ടേക്കുന്ന പ്രീച്ചിങ്ങും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളും എടുത്ത് നമ്മൾ കൂടുതലിടും. ദൈവത്തിൻ്റെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ കിങ്ഡം, സ്വർഗത്തിലെ കിങ്ഡത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഭൂമിയിലും ദൈവം ഈ ഭൂമി ഒരു കോളനിയായിട്ട് സ്ഥാപിക്കാനാണ് മനുഷ്യജാതി കൂടെ നോക്കിയത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞുതരാം. और आपने पढ़ा होगा, जब चेलों ने परमेश्वर से पूछा कि हमें भी प्रार्थना करना सिखाओ, तो परमेश्वर ने उनको प्रार्थना करना सिखाया, और उसमें एक लाइन परमेश्वर ने उनको सिखाया कि जैसे परमेश्वर का राज्य जो स्वर्ग में है वैसे भी पृथ्वी में हो। मतलब जो स्वर्ग में परमेश्वर का राज्य चल रहा है, पृथ्वी में भी परमेश्वर का राज्य वैसे ही हो, ऐसे प्रार्थना करना परमेश्वर ने उनको सिखाया। विश्वासियों को जब हम देखते हैं, विश्वासी बोलते हैं अरे मैं स्वर्ग में जाऊंगा, मैं वहाँ का अधिकारी हूँ, और ऐसी ऐसी बातें करते हैं विश्वासी। बट मैं आपको ये बताना चाहता हूँ कि परमेश्वर कहता है कि इस धरती पे मैंने तेरे लिए सब कुछ रखा है। और जब आप परमेश्वर के राज्य का उस कॉन्सेप्ट, उस प्रकाशन को समझ जाएंगे, आपका जीवन बिल्कुल बदल जाएगा। आपको लगेगा कि मैंने अब तक जो प्रचार सुना ये तो कुछ भी नहीं था, बट परमेश्वर का राज्य जब आप समझ जाएंगे, आपका पूरा जीवन श्रेणी चेंज हो जाएगा। आप जैसे सोचते हो, चलते हो, काम करते हो, वो पूरा आपका चेंज हो जाएगा। ഒരു കിങ്ഡം കോളനികൾ ഉണ്ടാക്കും എന്ന് വെച്ചാൽ, കിങ്ഡം ഒരു പുതിയൊരു ടെറിട്ടറി പിടിച്ചടക്കുന്ന സമയത്ത് കിങ്ഡം കോളനികൾ ഉണ്ടാക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് 1800 മുതൽ 947 വരെ ഗ്രേറ്റ് ബ്രിട്ടൻ്റെ കോളനി ആയിരുന്നു. ലോകം മുഴുവൻ, ഇപ്പം നമ്മൾ ആഫ്രിക്കയിൽ പോയാൽ സൗത്ത് ആഫ്രിക്ക, അല്ലെന്നുണ്ടെങ്കിൽ ബഹാമാസ്, എവിടെയൊക്കെ കിങ്ഡം ഉണ്ട് അവരുടെ തന്നെ ഭാഷയാണ് പഠിപ്പിക്കാൻ നോക്കുന്നത്. ഇപ്പം ഇന്ത്യയിലും ഇംഗ്ലീഷ് പഠിച്ചതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ കൾച്ചർ, ബ്രിട്ടൻ്റെ കൾച്ചർ, അവരുടെ ഇംഗ്ലണ്ടിൻ്റെ കൾച്ചർ ഇന്ത്യയിൽ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. നമ്മൾ ചായ കുടിക്കുന്ന ചായ ഇന്ത്യയുടെ പാനീയമല്ല, ചായ ബ്രിട്ടീഷുകാർ കുടിക്കുമായിരുന്നു. ആ ഹാബിറ്റാണ് അവർ ഇന്ത്യയിൽ ഇട്ടത്. ഈ 100-200 വർഷങ്ങൾക്ക് മുമ്പ് ആരും ചായ കുടിയില്ല. അവർ ആ ചായ കുടി തുടങ്ങി. ഇന്ത്യയിലും ആ കൾച്ചറുണ്ട് ചായയുടെ.
നമ്മൾ പലയിടത്തും പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബഹാമാസിൽ പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നു, ലോകത്തിൻ്റെ പലയിടത്തും പോകുന്ന ബ്രിട്ടീഷുകാരുടെ കൂട്ട് ടൈയും നമ്മൾ ഇത് വിട്ട് ആ ഒരു കൾച്ചർ അവരെല്ലായിടവും എസ്റ്റാബ്ലിഷ് ആക്കി. അതൊരു ദേശത്തിൻ്റെ ഒരു ഭൂമിയിലെ രാജ്യം എന്ന് പറഞ്ഞാൽ ടെറിട്ടറി പിടിക്കുന്ന ശക്തിയും പവറിൽ കൂടാണ്. ദൈവം തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഭൂമിയെയും അതേ കൾച്ചറിലാക്കാനാണ് നോക്കുന്നത്. സോ കിങ്ഡത്തിൻ്റെ കൾച്ചർ ആദത്തിൽ കൂടെ അത് ചെയ്യാൻ നോക്കി, ആദം ഫെയിലായി. ആദത്തിൻ്റെ കയ്യിൽ നിന്ന് രാജ്യം എടുത്ത് സാത്താൻ്റെ കൈ കൊടുത്തു ഭൂമി. യേശു കർത്താവിൽ കൂടെ തമ്പുരാൻ അത് തിരിച്ചു പിടിച്ച് എന്നെ നിങ്ങളെ ആ രണ്ടാമതാ ഒരു ചുമതല തന്നു, നിങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, നിങ്ങൾ വലിയ കാര്യങ്ങൾ ഇവിടെ ചെയ്യുക. സ്വർഗത്തിൽ സ്വർണ്ണമുണ്ട്, ഭൂമിയിൽ സ്വർണ്ണമുണ്ട്. കാരണം ബൈബിൾ എഴുതിയേക്കുന്നത് സ്വർഗത്തിൽ റോഡുകൾ സ്വർണം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വർണ്ണം മെറ്റൽ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലും ഉണ്ട്, ദൈവം അത് ഭൂമിയിലും നമുക്കിട്ട് തന്നിട്ടുണ്ട്. സ്വർണ്ണം ഇടുന്നതിനെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചല്ല ഞാനിപ്പോൾ പറയുന്നത്, അത് വേറൊരു ദിവസം ഡിസ്കസ് ചെയ്യുന്ന ഇതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ വരുന്നതെന്ന് വെച്ചാൽ ആ കിങ്ഡം, ദൈവത്തിൻ്റെ ഡിസയർ എന്ന് വെച്ചാൽ കിങ്ഡം, ആ രാജ്യം ഞാൻ നിങ്ങൾ ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക. और जैसे परमेश्वर के राज्य के बारे में जब हम पढ़ते हैं, या आप किसी भी राज्य का, कोई देश का उठा लो, कोई नगर का उठा लो, राज्य के बारे में जब आप सुनते हैं, वो राज्य क्या करता है, वो अपनी कॉलोनीज को बनाने की कोशिश करता है. मतलब उनका जो कल्चर है, उस कल्चर को उस देश में या उस नगर में, उस गांव में वो लागू करने की कोशिश करता है. जैसे आपने पढ़ा होगा, जब भारत जब स्वतंत्र नहीं था, तो उस टाइम पे ब्रिटिश जो है, अंग्रेज राज्य करते थे, और अंग्रेजों लोगों का कुछ कल्चर था, उनका चलने का, खाने का, पीने का कुछ कल्चर था जो भारतीयों के अंदर भी वो आ गया. जैसे हम चाय पीते हैं, पहले भारतीय लोग चाय नहीं पीते थे, पर जब अंग्रेज लोग चाय पीते थे और उनके उस कल्चर को देखे भारतीय लोगों ने भी चाय पीना शुरू कर दिया, इंडियंस ने भी चाय पीना शुरू कर दिया. उनका रहन सहन, उनका कपड़ा पहनने का जो ढंग है, वो सब वो कॉपी करने लगे. इंग्लिश जो लैंग्वेज है, जो इंग्लिश है वो भारत में नहीं था, बट जैसे ब्रिटिशर्स आए वो अपने लैंग्वेज को भी लेके आए. बहुत सारे चीज़ें जो इन्वेंशन हुआ वो उन्होंने किया. वो अपने कल्चर को जब लेके आए, उन चीज़ों का भी इन्वेंशन हुआ. उसी प्रकार जैसे आपने सुना होगा कि बाइबल में भी पढ़ा है, स्वर्ग में जो सोने की सड़क है, मतलब जो सोने का सड़क है, मैं आपको ये समझाना चाहता हूँ कि जब एक राज्य आता है, वो अपने कल्चर को लेके आता है, वो कल्चर एस्टैब्लिश करने की कोशिश करता है, वो उस कल्चर को उस गांव में, उस नगर में स्थिर करने की कोशिश करता है, उसी को लागू करने की कोशिश करता है. उसी प्रकार परमेश्वर ने बोला, मेरा राज्य जैसे स्वर्ग में है, जैसे वचन कहता है कि स्वर्ग में जो है सोने की सड़कें हैं, और परमेश्वर बोलता है कि मेरा राज्य जैसे स्वर्ग में है वैसे ही पृथ्वी में हो. इसका मतलब जैसे सोने की सड़कें जो स्वर्ग में हैं, और धरती में भी परमेश्वर ने हमें सोना दिया है. स्वर्ग में बहुत सारी चीजें हम एंजॉय करेंगे, वैसे ही परमेश्वर बोलता है धरती पे भी तुम उन चीजों को एंजॉय कर सकते हो. परमेश्वर ने जो कॉलोनी का, परमेश्वर ने वो अधिकार जो है आदम को दिया, और आदम ने अपने उस अनआज्ञाकारिता के कारण अपने उस अधिकार को शैतान के हाथों में हैंडओवर कर दिया. बट परमेश्वर ने जो है यीशु मसीह को इस धरती में भेज के जो अधिकार आदम के द्वारा शैतान को दिया गया, शैतान से उस अधिकार को दोबारा छीनकर यीशु मसीह के हाथों में दे दिया, और यीशु मसीह ने हमें वही अधिकार हमारे हाथों में दे दिया. सो अधिकार, परमेश्वर का जो अधिकार है वो आज हमारे हाथों में है. അപ്പോൾ ഇന്ന് നമ്മൾ കിങ്ഡത്തിനെ കുറിച്ചാണ് പഠിച്ചത്. അതുപോലെ കർത്താവിൻ്റെ രാജ്യത്ത് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. നിങ്ങളും ആ കിങ്ഡം മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിലും ഇതൊന്നും ഇല്ലാതിരിക്കും, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഒരു ചെറിയ ഒരു അപ്ഡേറ്റ് കൂടെ തരുന്നു. നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളും കഴിഞ്ഞു, പുതിയ വർഷങ്ങളൊക്കെ തുടങ്ങി. ഞാനൊരു അപ്ഡേറ്റ് തരുന്നതെന്ന് വെച്ചാൽ, പാംഫ്ലെറ്റ് ഒരു 15,000-ന് മേളിൽ പാംഫ്ലെറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ മസി സത്സംഗം എന്ന് പറഞ്ഞ ഈ പാംഫ്ലെറ്റാണ് ഇത്. ഒരു സൈഡിൽ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഇൻവിറ്റേഷനും സഭയുടെ കാര്യങ്ങളും, ഒരു സൈഡിൽ സുവിശേഷം എഴുതിയിട്ടുണ്ട്, കർത്താവ് എന്ത് എങ്ങനെ. കാരണം നമ്മൾ പലപ്പോഴും റോഡുകളിൽ നിന്ന് ഞങ്ങൾ സുവിശേഷ പ്രവർത്തനം നടക്കുമ്പം അവർക്ക് പിന്നെ ഒരു സമയത്ത് വിളിക്കാനും ഫോൺ ചെയ്യാനുള്ള നമ്പരും കാര്യങ്ങളും എല്ലാം വേണം. ഇത് ഒരെണ്ണത്തിന് 1.5 രൂപയ്ക്ക് അടുത്ത് വരും. സോ ഈ മാസം ഒരു 15,000 അടുത്ത് വന്നിട്ടുണ്ട്, 20,000 രൂപയ്ക്ക് അടുത്ത് ചിലവുണ്ട്. സോ ഞാൻ അങ്ങയോടും കുടുംബത്തോടും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങളുടെ അതിൻ്റെ ബില്ല് പോകാനുള്ള സമയമായി. ഞാൻ 1-2 മാസങ്ങൾ കഴിഞ്ഞാണ് ഈ റിക്വസ്റ്റ് ഇടുന്നത് അങ്ങയോടും കുടുംബത്തോടും. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായിട്ട് ചാരിറ്റിക്ക് ഞങ്ങളുടെ ജീസസ് കിച്ചൻ എല്ലാ ദിവസവും 250,
300 വേൾഡിലെ മേളിൽ നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ചിലർ അരി സ്പോൺസർ ചെയ്യുന്നുണ്ട്, ചിലർ ആഹാരം സ്പോൺസർ ചെയ്യുന്നുണ്ട്, ചിലർ ഓയിൽ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ചിലർ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്യുന്നു. അപ്പോൾ അങ്ങയുടെ കുടുംബത്തോടുള്ള എൻ്റെ ഇന്നത്തെ റിക്വസ്റ്റ് എന്ന് വെച്ചാൽ അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കുടുംബവും പറ്റുന്നതൊക്കെ ചെയ്യണം. 1000 പാംഫ്ലെറ്റോ 5000 പാംഫ്ലെറ്റോ 15000 പാംഫ്ലെറ്റോ സ്പോൺസർ ചെയ്യുക. ഇത് അനുഗ്രഹം നിറഞ്ഞ അഭിഷേകം നിറഞ്ഞ ഒരു മാസമായി മാറട്ടെ. അങ്ങേക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ നമ്പർ ഞങ്ങളുടെ ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം എല്ലാം ഉണ്ട്. 9711876717. അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. റിക്വസ്റ്റാണ് അങ്ങയോടും കുടുംബത്തോടും പറ്റുന്നത് ചെയ്യുക. കാരണം ഞങ്ങളുടെ ഈ ചർച്ച് നമ്മുടെ എല്ലാം അങ്ങയും കുടുംബം പോലുള്ള പലരും തരുന്ന ചെറുതും വലുതുമായ സഹായങ്ങളിൽ കൂടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അത് കണ്ടിന്യൂ ചെയ്യുക ഈ 2025 വർഷത്തിൽ. റിക്വസ്റ്റാണ്. അനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസമായി മാറട്ടെ. പ്രൈസ് ലോർഡ്. സ്തോത്രം. എൻ്റെ വിശ്വാസമാണ് ഇന്നത്തെ ദിവസം അങ്ങേ കുടുംബം ഒരു അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലാണെന്ന്. ഒരു ചെറിയൊരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഒത്തിരി നാളുകളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. കാരണം പലരുമായിട്ട് ഞാൻ സംസാരിക്കുന്ന സമയത്ത് പലരും ഫോൺ ചെയ്ത് കേരളത്തിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തിരിക്കും, പാസ്റ്റർ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി ഒരു ബൈബിൾ വേഴ്സ് പറഞ്ഞു തരണമേ, ഏത് വേഴ്സ് എടുത്താണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇന്നൊരു ഗുഡ് ന്യൂസ് അങ്ങേ കുടുംബത്തുമായി ഷെയർ ചെയ്യുന്നു. ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ രോഗശാന്തിക്കായിട്ടുള്ള 21 തിരുവെഴുത്തുകൾ. ഇതിൽ പുറയിൽ എൻ്റെ ഒരു ടെസ്റ്റ് മണിയുണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ, ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്തുകളും എങ്ങനെ പ്രാർത്ഥിക്കാം, പിന്നെ നിങ്ങളുടെ സ്വന്തം ഡിക്ലറേഷൻസും എങ്ങനെ എഴുതാം. നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം, എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാം. ഓരോരോ ബൈബിൾ വേഴ്സ് എടുത്ത് രോഗശാന്തിക്ക് വേണ്ടിയിട്ടുള്ള 21 വേഴ്സുകൾ. വളരെ ചെറിയൊരു ബുക്കാണ്, വളരെ ചെറിയ ഒരു കുറഞ്ഞ വിലയ്ക്കുമാണ്. താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനുമായി ബന്ധപ്പെടുക, ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളത് കൊറിയർ ചെയ്യാം ലോകത്തിൻ്റെ ഏത് കോർണറിലാണെന്നുണ്ടെങ്കിലും. ചർച്ചിൻ്റെ നോർത്ത് ഇന്ത്യയിലെ എല്ലാ ഞങ്ങളുടെ മിഷൻ്റെ കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സിനും ഞങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. സോ അഡ്രസ്സ് ഷെയർ ചെയ്യുക, തീർച്ചയായും അയക്കുന്നതായിരിക്കും. ഇപ്പം ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് വെച്ചാൽ പലർക്കും ഞാൻ കണ്ടുവരുന്ന ഒരു ഇഷ്യൂ എന്ന് വെച്ചാൽ എല്ലാവരും മൊബൈലിൽ ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ യൂട്യൂബിൽ ചിലപ്പോൾ പ്രസംഗങ്ങൾ കേൾക്കും. പക്ഷേ അതിൻ്റെയൊക്കെ കൂടെ വായന അല്ലെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ വചനം വായിച്ച്, ബൈബിൾ കർത്താവ് നമുക്ക് വീഡിയോ രൂപത്തിലല്ല തന്നിരിക്കുന്നത്, എഴുതി തന്നിരിക്കുകയാണ്. നമ്മളത് പഠിക്കുന്ന സമയത്ത്, അത് വായിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിലോട്ട് പതിയും. അതുപോലെ തന്നെ നമ്മളൊരു ബുക്ക് എടുത്ത് വായിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ തന്നെ പേഴ്സണൽ ലൈബ്രറിയിൽ ഒരു 250-300 മേലുള്ള ബുക്കുകൾ എനിക്കുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്ന എൻ്റെ ഓഫീസിലും ഒത്തിരി ബുക്കുകളുണ്ട് അടുത്ത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വായിക്കുന്നു, പഠിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയത് വായനകളിൽ കൂടാണ്. സോ ഞാൻ എൻകറേജ് ചെയ്യുന്നു. ഇതൊരു 35-40 പേജുള്ള ഒരു ചെറിയ ബുക്കാണ്. അത് എഴുതിയത് തന്നെ ചെറുതായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1-2 ദിവസങ്ങളിൽ അത് ഫിനിഷ് ചെയ്യാം. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഓരോരോ വചനം എടുത്ത് ഡിക്ലറേഷൻ ചെയ്യാം. എൻ്റെ വിശ്വാസമാണ് അങ്ങേക്ക് കുടുംബത്തിൽ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു സമയമായിരിക്കും. അതിനുവേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഈ ബുക്കുകളെ ഞാൻ കർത്താവ് തമ്പുരാൻ്റെ കൈകളിലേക്ക് എടുത്തെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ബുക്ക് ഞങ്ങൾ ഇന്ന് റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബുക്കിനെ ഇത് വായിക്കുന്ന എല്ലാ ശ്രോതാക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അസുഖങ്ങൾ വിട്ട് മാറട്ടെ, ഒരു വിടുതലുണ്ടാകട്ടെ, അനുഗ്രഹം നിറഞ്ഞ ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. നന്ദി അപ്പാ, നന്ദി യേശുവേ, കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിങ്സ് ഓൺ യു. അനുഗ്രഹം നിറഞ്ഞ ദിവസമായിരിക്കട്ടെ. ചർച്ചിൻ്റെയും മിനിസ്ട്രിക്കും വേണ്ടിയിട്ടും പാർട്ണറാകുക. പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ടൊരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യുക. കർത്താവിൻ്റെ ഒത്തിരി വർക്കുകൾ നോർത്ത് ഇന്ത്യയിൽ അനുഗ്രഹം നിറഞ്ഞ രീതിയിൽ നടക്കുന്നു. ഇനിയും മുന്നോട്ട് പോകാൻ വേണ്ടി പ്രാർത്ഥനകളും അങ്ങേ കുടുംബത്തെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യണം. ബ്ലെസ്സിങ്സ് ഓൺ യു. ബൈ.